നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചെറുപ്പം മുതലേ അദ്ദേഹമാണ് എൻ്റെ ഭർത്താവെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞ് എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയി. മുത്തശ്ശനോട് നിന്റെ അച്ഛൻ പ്രണയിക്കുന്ന കാര്യം ആരും അറിയിച്ചതേയില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നോളൂ എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. നടന്നത് മറ്റൊന്നായിരുന്നു. ഒന്നും മിണ്ടുന്നില്ല. എന്തു പറ്റി അച്ഛാ? ആസ്പിരിൻ ഗുളിക ഇപ്പോൾ തന്നെ കൊടുത്തേക്കൂ. ഓക്കെ ഡോക്ടർ. മരുന്നുകളൊക്കെ കൃത്യമായി നൽകുന്നുണ്ടോ? കൊടുത്തിരുന്നു ഡോക്ടർ. പിന്നെന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഡോക്ടർ, വീട്ടിൽ ഇച്ചിരി തർക്കം ഉണ്ടായിരുന്നു. ഹാർട്ട് ടെൻഷൻ ആയിരിക്കും ചിലപ്പോ. ഇറ്റ്സ് എ മസീവ് ഹാർട്ട് അറ്റാക്ക്. പ്രായമായതുകൊണ്ട് ഓപ്പറേഷനും പറ്റില്ല. പരമാവധി 10-12 ദിവസമേ ഞാൻ അദ്ദേഹത്തിന് പറയുന്നുള്ളൂ. ഇനിയുള്ള ദിവസം വീട്ടിൽ കൊണ്ടുപോയി സന്തോഷത്തോടെ നോക്കൂ. ഡോക്ടറെ, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലേ? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബട്ട് ആസ് എ വെൽവിഷർ നിങ്ങളെപ്പോലെ എനിക്കും സങ്കടമുണ്ട്. ടേക്ക് കെയർ ഓഫ് ഹിം. നീ പറഞ്ഞില്ലേ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് കാരണം മുത്തശ്ശനാണെന്ന്? അതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഇപ്പൊ നീ എന്താ ചെയ്തേ? താരക്, നിന്റെ മുത്തച്ഛൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. താരക്, എന്നോട് ക്ഷമിക്കണം മോനെ. നിന്റെ അച്ഛനും അമ്മയും മരിക്കാൻ. ഞാനെന്തോ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. മുത്തശ്ശൻ ചെയ്യുന്ന പോലെയൊന്നും പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല. മുത്തശ്ശൻ സന്തോഷമായിട്ടിരുന്നാൽ മാത്രം മതി. ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറ. ഡോക്ടർ പറഞ്ഞു ഞാനിനി അധിക നാളെ ജീവിക്കില്ല. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ. ബിസിനസ്സൊക്കെ ഞാൻ നോക്കി നടത്തണോ? അതിന് സ്നേഹയുണ്ടല്ലോ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. നീ സ്നേഹയെ നോക്കൂ. സ്നേഹയോ? ഞാൻ അവളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൾക്കും സമ്മതമാണ്. നീയും ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ലല്ലോ. നിന്റെ അച്ഛൻ്റെ കല്യാണം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നിന്റെ കല്യാണമെങ്കിലും കാണണമെന്നുണ്ട്. ഞാൻ മോനെ നിർബന്ധിക്കുകയല്ല കേട്ടോ. ഞാൻ സ്നേഹയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ മുത്തച്ഛന് സന്തോഷമാവോ? നോക്ക്, മുത്തച്ഛൻ ആക്സിഡന്റ് ആവണ്ട. എനിക്ക് സന്തോഷമായി മോനെ. ശരി, മുത്തച്ഛൻ റിലാക്സ് ചെയ്യും. സരസമേ, ഐ ലവ് മീര. മീര? ഞാൻ ഇവിടേക്ക് വരാനുള്ള കാരണവും അവളാണ്.
ഞാൻ മീരയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ച എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറഞ്ഞു. മുത്തച്ഛൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ മനസ്സിൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ഞാനിതൊക്കെ സമ്മതിച്ചത് മുത്തച്ഛന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാ. ഇപ്പോ മുത്തശ്ശന്റെ മുന്നേ അഭിനയിക്കണം, അതല്ലേ? നിങ്ങൾക്ക് മുത്തശ്ശൻ എത്രത്തോളം ജീവനാണോ അതുപോലെ എൻ്റെ ജീവനാണ് മുത്തശ്ശൻ. ഞാനിതിന് കൂടെ ഉണ്ടാവും. താങ്ക് യു മീര. ഓ സോറി സ്നേഹ. താങ്ക്സ് എ ലോട്ട്. നിന്റെ കല്യാണത്തിന് കാർഡ് സെലക്ട് ചെയ്യാ. കണ്ടോ? ആ, നിങ്ങൾക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. എല്ലാം ദൈവാനുഗ്രഹം. ഗുഡ്. നിന്റെ മുത്തച്ഛൻ ഇപ്പൊ വളരെ സന്തോഷത്തിലാണ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടറല്ലേ പറഞ്ഞേ 10 അല്ലെങ്കിൽ 12 ദിവസം. എന്താടാ ഇത്? നിന്റെ മുത്തച്ഛൻ ജീവനോടെ ഇരിക്കണോ അതോ മരിക്കണോ? അതല്ല ഡോക്ടർ. നോക്കുമോനെ, നിന്റെ വിവാഹ നിശ്ചയം, കല്യാണം ഇവയെല്ലാം കൂടാൻ വേണ്ടി നിന്റെ മുത്തച്ഛൻ ജീവൻ കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ്. ജീവനോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരെ പറഞ്ഞുവിടാൻ നമ്മളാര്? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം. മെഡിക്കലി ഹീസ് ഗോൺ. എന്താ ഓർത്തോണ്ട് നിൽക്കുന്നേ? എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു, പ്രണയം, കല്യാണം ഇതിൻ്റെ ഇടയിലൊന്നും ഒരിക്കലും പെടരുതെന്ന്. അതെ, അതിലിപ്പോ പെട്ടുപോയോ? അങ്ങനെയൊന്നുമില്ല. മീരയാണ് എന്നെ പ്രേമിക്കാൻ പഠിപ്പിച്ചത്. ഇവിടെ നാട്ടിൽ വന്ന് മുത്തച്ഛനെയും നിങ്ങളെയൊക്കെ കണ്ടതിന് ശേഷമാണ് ഫാമിലി എന്താണെന്ന് പോലും മനസ്സിലായത്. കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഐ ആം ഹാപ്പി. ആ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? അടുത്തെങ്ങും മുഹൂർത്തം ഇല്ല എന്ന് പറഞ്ഞിട്ട്
എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ നോക്കുമ്പോൾ മുത്തശ്ശൻ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടത്തുന്നുണ്ട്. അടുത്ത ആഴ്ച മീര എനിക്ക് തന്നിരിക്കുന്ന സമയം കഴിയാ. ഐ മസ്റ്റ് ഗോ. പോകാൻ പറ്റുന്നേ. മുത്തശ്ശന്റെ ജീവിതം ഇനി കൈവിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. നമ്മളും ഒരു ദിവസം അഭിനയിച്ചാ പോരെ? മുത്തശ്ശ, എനിക്ക് അത്യാവശ്യമായിട്ട് യൂറോപ്പിലേക്ക് തിരിച്ചു പോകണം. എന്താ മോനെ? അല്ല, അവിടുത്തെ ബിസിനസിന്റെ കാര്യങ്ങളൊന്നും ഓർഡർ ആയിട്ടില്ല. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. കല്യാണ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ? ഓഹോ, അവിടുന്ന് ആരെങ്കിലും കൊണ്ടുവരുന്നുള്ള പേടിയാണോ? മുത്തശ്ശ, ഞാൻ കൂടെയുള്ളപ്പോ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല. മോളും പോകുന്നുണ്ടോ? പിന്നല്ലാതെ ഞാനിനി ഇവരുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത്? എന്നാ പോയിട്ട് വരൂ. നന്നായി വരട്ടെ. നീ എന്തിനാ വരാന്ന് പറഞ്ഞേ? മിസ്റ്റർ താരക് രാമിന്റെ മീരനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമില്ലേ? അതാ ഞാനും വരുന്നത്. ശരിയെന്നാ.